കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം പതിപ്പിലെ ടീമുകളുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് തിരുവനന്തപുരത്ത് നടന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ അംഗമായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും രഞ്ജി ട്രോഫി ടീം നായകൻ സച്ചിൻ ബേബി നയിക്കുന്ന കൊല്ലം സെയിലേഴ്സും ഉൾപ്പെടെ കരുത്തരായ 6 ടീമുകളാണ് ഈ മാസം 21 ആരംഭിക്കുന്ന ലീഗ് മത്സരങ്ങളിൽ ഏറ്റുമുട്ടുന്നത്. ട്രിവാൻഡ്രം റോയൽസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, ഫിനസ് തൃശൂർ ടൈറ്റൻസ്, ആലപ്പി റിപ്പിൾസ് എന്നിങ്ങനെ 6 ടീമുകളാണ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്ന കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം പതിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് 6 ടീമുകളുടെയും ലോഞ്ചിംഗ് പ്രൗഢഗംഭീരമായി നടന്നു. ടീം ഉടമസ്ഥരോടൊപ്പം എല്ലാ കളിക്കാരും ഒരേ വേദിയിൽ KCL ട്രോഫിക്ക് അഭിമുഖമായി അണിനിരന്നു. കൊച്ചി ടീമിൽ ഇടം നേടിയ തിരുവനന്തപുരത്തുകാരനായ സഞ്ജു സാംസൺ തന്റെ ടീമിൻ്റേത് തിരുവനന്തപുരം സ്റ്റൈൽ കളിയായിരിക്കുമെന്ന് വ്യക്തമാക്കി. താൻ അഹങ്കാരിയാണെന്ന പറച്ചിലിനും സഞ്ജു വേദിയിൽ മറുപടി നൽകി. ഒരു കൊച്ചി ടീമാണെങ്കിലും ഒരു തിരുവനന്തപുരം സ്റ്റൈൽ തന്നെ കളിക്കല്ലേ. തിരുവനന്തപുരം സ്റ്റൈലിൽ കളിക്കുന്ന ഒരു കൊച്ചി ടീം, അതാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. അതെ, ഒന്നും നോക്കാതെ ബോൾ നോക്കുക, വലിച്ചങ്ങ് അടിക്കുക. തൻ്റെ ഇടം തന്നെയാണ്. കൂടുതൽ നമ്മൾ ഒരു ക്രിക്കറ്ററായിട്ട് ഇന്ത്യൻ ടീമിലും കേരള ടീമിലും IPL ടീമിലും കളിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു തൻ്റെ ഇടമാണ്, ഒരു കോൺഫിഡൻസ് ആണ്. അത് നാട്ടുകാർ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പലതും പറയും, കുറച്ച് അഹങ്കാരമായിപ്പോയി സഞ്ജു, പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കുറച്ച് അഹങ്കാരമായിപ്പോയി എന്നൊക്കെ പലതും പറയും. പക്ഷേ ആ അഹങ്കാരം നിങ്ങൾ ഒരു ദിവസം നിങ്ങളെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു ദിവസം എത്തിക്കും. അതിനൊരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ഇല്ലാതെ ഗ്രൗണ്ടിൽ ഇറക്കാൻ പാടില്ല. നമ്മൾ കോൺഫിഡൻസ് എറഗൻസ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഗ്രൗണ്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഹമ്പിളായിരിക്കണം. KCL ഭാഗ്യചിഹ്നമായ ബാറ്റേന്തിയ ആനക്കൊമ്പന് വീരുവെന്നും വേഴാമ്പലിന് ചാരുവെന്നും വേദിയിൽ പേരു നൽകി. ചടങ്ങിൽ KCL ഗവേണിംഗ് ചെയർമാൻ നാസർ മച്ചാൻ KCL ട്രോഫിയോടൊപ്പം 6 ടീമുകളുടെയും നായകന്മാരെ പരിചയപ്പെടുത്തി. ഔദ്യോഗിക ലോഞ്ചിംഗ് പൂർത്തിയായതോടെ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 6 വരെ നടക്കുന്ന KCL രണ്ടാം പതിപ്പിന്റെ പോരാട്ടത്തിന് അംഗം കുറിച്ചു കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.